ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല എന്ന ബോർഡുകൾ സൗത്ത് കൊറിയയിലെ സോൾ നഗരത്തിലെ നിരവധി ക്ലബ്ബുകളിൽ കാണാം. ഇസ്ലാമിനും ഹിന്ദുക്കൾക്കും പ്രവേശനമില്ല. ഇത്തരത്തിലുള്ള ബോർഡുകൾ കൊറിയയിലെ ഡെയ്ഗു നഗരത്തിലും സാധാരണമാണ്. Oh my god, ये क्या है? इस्लाम आउट. हिंदू भी लिखा है इसमें. സോൾ നഗരത്തിലെ ചില ക്ലബ്ബുകളിലും മറ്റു പട്ടണങ്ങളിലും ഇത്തരം ബോർഡുകൾ ഇല്ലായിരിക്കും. പക്ഷേ അത്തരം ബോർഡുകൾ ഇല്ലെങ്കിലും കൊറിയയിലെ യഥാർത്ഥ നിലപാട് അതാണ്. കുറച്ചു കാലം മുമ്പ് കൊറിയൻ സംസ്കാരത്തെക്കുറിച്ച് വീഡിയോകൾ ഉണ്ടാക്കുന്ന ഇന്ത്യൻ യൂട്യൂബർ രാജ് തന്റെ സബ്ഡിൽ ക്രേസി കൊറിയ എന്ന ചാനലിലൂടെ ഇന്ത്യക്കാർക്കെതിരായ ഒരു പ്രധാന പ്രശ്നം ഉന്നയിച്ചു. രാജ് വർഷങ്ങളായി കൊറിയയിൽ ജീവിക്കുന്നു. പക്ഷേ അദ്ദേഹം തന്റെ ന്യൂഡൽഹി സുഹൃത്തുക്കളോടൊപ്പം കൊറിയ സന്ദർശിക്കുമ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ക്ലബിലേക്ക് പോകാം. രാജ് കൊറിയയിൽ ഒരിക്കലും ക്ലബിങ്ങിന് പോയിട്ടില്ലായിരുന്നു. അതിനാൽ ഒരു വ്ളോഗർ ആയതിനാൽ രാജ് ആ അനുഭവം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം ആദ്യ ക്ലബിലെത്തിയ ഉടനെ തന്നെ ഗാർഡ് രാജിനെ ക്ലബിനുള്ളിൽ കടക്കാൻ അനുവദിച്ചില്ല. കാരണം അദ്ദേഹം ഇന്ത്യക്കാരൻ ആണെന്നതാണ്. ഗാർഡ് പറഞ്ഞു, ഈ ക്ലബിൽ പ്രവേശനം അനുവദനീയമല്ല, അടുത്ത ക്ലബിൽ പോയി നോക്കൂ. പക്ഷേ അദ്ദേഹം അടുത്ത ക്ലബിൽ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ അപമാനം നേരിടേണ്ടി വന്നു. ആ ക്ലബിന്റെ ഗാർഡ് രാജിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. മൂന്നാമത്തെ ക്ലബിൽ പോയപ്പോൾ അവിടെ ആരുമായും വാദിക്കേണ്ടി വന്നില്ല. ബോർഡിൽ നേരെ എഴുതിയിരിക്കുന്നു, ഇന്ത്യക്കാർക്കും പാകിസ്ഥാനികൾക്കും പ്രവേശനമില്ല. ഇപ്പോൾ ഇതാ മറ്റൊരു സംഭവം നോക്കൂ. മുംബൈയിൽ ചില ആൺകുട്ടികൾ ഒരു ദക്ഷിണ കൊറിയൻ യുവതിയായ യൂട്യൂബറെ പരിഹസിച്ച സംഭവം. ആ വീഡിയോ വൈറലായിരുന്നു. അപ്പോൾ ആ യൂട്യൂബറെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നത് ഒരു ഇന്ത്യൻ യുവാവായിരുന്നു. Incident being unfolded. He came to her rescue. ആ യൂട്യൂബറിനെ ഓൺലൈനിലും ഇന്ത്യക്കാർ നന്നായി പിന്തുണച്ചിരുന്നു. അതുപോലെ പോലീസും നടപടിയെടുത്ത് പരിഹസിച്ചവരെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ആ പെൺകുട്ടി ചെയ്തതുപോലെ രാജും ആ സംഭവത്തിന്റെ വ്ളോഗ് പുറത്തിറക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. പക്ഷേ ഈ സംഭവത്തിൽ കൊറിയൻ ഭരണകൂടം യാതൊരു ശ്രദ്ധയും കാണിച്ചില്ല. വാസ്തവത്തിൽ ഇന്ത്യക്കാരെ മാത്രമല്ല, കൊറിയയിലെ 10ൽ 10 വിദേശികളും പറയുന്നു അവർക്ക് കൊറിയയിൽ വർഗീയത അനുഭവിച്ചിട്ടുണ്ടെന്ന്. യഥാർത്ഥത്തിൽ കൊറിയക്കാർ നമ്മളെ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? Why that policy? Why that policy? Yeah, but you cannot discriminate like that. കൊറിയക്കാർക്ക് മാത്രം ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല. ഇതെവിടെയോ വിദേശത്ത് നടന്ന കാര്യമല്ല, മറിച്ച് നമ്മുടെ ഇന്ത്യയിലാണ് ഇത് സംഭവിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂരിലെ കിയ മോട്ടോഴ്സ് ഫാക്ടറിക്ക് സമീപം ഏകദേശം 15-20 കൊറിയൻ റെസ്റ്റോറന്റുകൾ തുറന്നിട്ടുണ്ട്. ഈ റെസ്റ്റോറന്റുകളിൽ ദ വയർ എന്ന ന്യൂസ് ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്നതനുസരിച്ച് ഇന്ത്യക്കാർക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനോ അകത്തു പ്രവേശിക്കാനോ പോലും അനുമതിയില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഈ റെസ്റ്റോറന്റുകളിലെ സ്റ്റാഫ് ഇന്ത്യക്കാരല്ല, നേപ്പാളിൽ നിന്നുള്ള ആളുകളാണ്. आप इधर ही काम करते हैं? अच्छा, तो आप तो इंडियन है? नहीं, नेपाल है. नेपाल से हैं? ഇത് നമ്മുടെ രാജ്യത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ദക്ഷിണ കൊറിയയിൽ എത്രമാത്രം വർഗീയത ഉണ്ടാകുമെന്ന്. യൂട്യൂബിൽ കൊറിയ ഹെയ്റ്റ്സ് ഇന്ത്യൻസ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അനവധി വീഡിയോകൾ കാണാം. അവരവരുടെ സ്വന്തം വർഗീയ അനുഭവങ്ങൾ തുറന്നു പറയുന്നവ. അത്തരം വീഡിയോകളിൽ ഒരു ഇന്ത്യൻ പെൺകുട്ടി കൊറിയൻ ചാനലായ ബിബിൻ കൊറിയയിൽ തന്റെ വളരെ മോശം അനുഭവം പങ്കുവച്ചു. അവർ പറഞ്ഞു, കൊറിയയിൽ ഞാൻ പൊതുസ്ഥലങ്ങളിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഞാൻ സീറ്റിൽ ഇരുന്ന ഉടനെ ബാക്കി കൊറിയക്കാരെല്ലാം എഴുന്നേറ്റ് മാറിപ്പോകും. അവർ നമ്മളെ വൃത്തിയില്ലാത്തവരായി കാണുന്ന പോലെ. Have you ever experienced racism in Korea? In case I get on the subway, I sit somewhere. Person besides me will get up and go sit somewhere. ഇതൊരു തവണ മാത്രം സംഭവിച്ചതല്ല. ആ അഭിമുഖങ്ങളിൽ മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, അവളുടെ ഒരു ഇന്ത്യൻ സുഹൃത്ത് കൊറിയയിൽ ഒരു സ്കൂൾ ടീച്ചറാണ്. ഒരു ദിവസം ചില കൊറിയൻ വിദ്യാർത്ഥികൾ അവളോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കാരെ ഇഷ്ടപ്പെടുന്നില്ല, അവർ ചെളി പോലെ കാണപ്പെടുന്നു. അതായത് അവിടെയുള്ള കുട്ടികളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇന്ത്യക്കാരെ അവർ ചെളി പോലെ കാണുന്നു. ലോകത്തിലെ 5ാമത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള രാജ്യമായ ദക്ഷിണ കൊറിയ അവരുടെ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം അത്ര കർശനവും സ്റ്റീരിയോടിപ്പിക്കലായും നിർവചിച്ചിരിക്കുന്നു. അതിൽ ഇന്ത്യൻസിനോ യൂറോപ്യൻസിനോ പോലും പെടാൻ കഴിയില്ല. വലിയ കമ്പനികൾക്ക് മനോഹരമായ കണ്ണുകളുള്ളവരെയാണ് ഇഷ്ടം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന മൂക്കുള്ളവരാണ് പ്രിയം. കൊറിയയിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ ഇവയാണ് അടിസ്ഥാന ആവശ്യകതകൾ. ഓരോ കൊറിയക്കാരനും ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഈ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ തൊഴിൽ മന്ത്രാലയം ട്വിറ്ററിൽ ജോലി തേടുന്നവരോട് പറയുന്നത്, നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ ആദ്യം പ്ലാസ്റ്റിക് സർജറി ചെയ്യുക. സ്വന്തം സർക്കാർ തന്നെയാണ് ഈ ചിന്താഗതിയെ തുറന്നു പിന്തുണയ്ക്കുന്നത്. അതിനാലാണ് അവരുടെ വെറുപ്പ് ഇന്ത്യക്കാരിൽ മാത്രം ഒതുങ്ങാത്തത്. അവരുടെ വർഗീയത പൊതുവെ എല്ലാ വിദേശികളോടും കാണപ്പെടുന്നു. കൊറിയയിൽ ഇത്തരത്തിലുള്ള സംഭവം വളരെ സാധാരണമാണ്. ഇതവിടെ ഒയ്മോ ജിസാങ്ജോയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ലുക്കിസം അഥവാ കാഴ്ചയാണ് പരമപ്രധാനമെന്ന് വിശ്വസിക്കുന്ന ചിന്ത. ഇത് രൂപത്തോടും നിറത്തോടും മാത്രം ബന്ധമുള്ളതല്ല, ഭാഷയുടെയും പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിലും അവിടെ വിവേചനം കാണപ്പെടുന്നു. അവരുടെ സർക്കാർ ഇതിനെ തടയാൻ 2016 ഒരു പാർലമെന്റ് അംഗം ആന്റി ഡിസ്ക്രിമിനേഷൻ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ സമയത്ത് ആ ബിൽ അവരുടെ
നിയമനിർമ്മാണ സമിതിയിലൂടെ പാസും ആയിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ സർക്കാർ അത് വ്യാപാര കൂട്ടായ്മകളും കൊറിയ എംപ്ലോയീസ് ഫെഡറേഷൻ പോലുള്ള വലിയ ബിസിനസ് ഗ്രൂപ്പുകളും എതിർത്തതിനാൽ സർക്കാരിന് അത് പിൻവലിക്കേണ്ടി വന്നു. കൊറിയയിൽ കുട്ടികൾക്ക് ബിരുദദാന സമ്മാനമായി പ്ലാസ്റ്റിക് സർജറി ചെയ്തു കൊടുക്കുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, അവരുടെ സർക്കാർ തന്നെ അവരുടെ മെഡിക്കൽ ടൂറിസം വെബ്സൈറ്റിൽ ഇതിനെ അഭിമാനത്തോടെ പറയുന്നുണ്ട്. പൊതുവെ കൊറിയക്കാർ തന്നെ സമ്മതിക്കുന്ന നിരവധി വീഡിയോകളുണ്ട് അവരുടെ രാജ്യത്ത് ലുക്കിസം വളരെ സാധാരണമാണെന്ന്. ഇതുവരെ നമ്മൾ പൊതുവായ വെറുപ്പ്, വർഗീയത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഇന്ത്യക്കാർക്ക് നേരെയുള്ള അവരുടെ വെറുപ്പ് മറ്റെല്ലാത്തിലും കൂടുതലാണ്. ഇതിനുള്ള 2 പ്രധാന കാരണങ്ങളുണ്ട്. അവരുടെ യുദ്ധത്തിന്റെ പശ്ചാത്തലവും വിദ്യാഭ്യാസം ഉള്ളതിനാലും അവർക്ക് ചെറിയ ജോലികൾ ചെയ്യാൻ താല്പര്യമില്ല. കൊറിയയിൽ ചെറിയ ജോലികൾ ചെയ്യുന്ന നിരവധി ഇന്ത്യക്കാരുണ്ട്. ഉദാഹരണത്തിന് കൊറിയൻ കപ്പലുകളിൽ നമ്മുടെ ഇന്ത്യക്കാർ നാവികരായി ജോലി ചെയ്യുന്നു. കൊറിയയിൽ ചെറിയ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളുടെ കുറവ് കാരണം കൊറിയൻ സർക്കാർ ഇന്ത്യയുമായി ഒരു കരാർ ഒപ്പുവെച്ചു. അതിലൂടെ അവരുടെ കൃഷി, മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ, മാലിന്യ നീക്കം, മീറ്റ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ പല മേഖലകളിലും തൊഴിലാളികളുടെ കുറവ് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. കൊറിയയിൽ ഇന്ത്യക്കെതിരെയുള്ള വർഗീയതയുടെ വലിയൊരു കാരണം ഇന്ത്യക്കാർ ചെറിയ ജോലികൾ ചെയ്യുന്നു എന്ന മനോഭാവം മൂലമാണ്. ഇതിനു പുറമെ രണ്ടാമത്തെ കാരണം അവരുടെ വെളുത്ത നിറം തന്നെ ഒരു പ്രധാന കാരണമാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യക്കാരുടെ നിറം ഗോതമ്പിന്റെ നിറമാണെന്നാണ് കൊറിയക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടാകുന്ന വർഗീയതയുടെ മറ്റൊരു പ്രധാന കാരണമാണ്. കൊറിയ ഇന്റർനാഷണൽ എക്കണോമിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊറിയയിൽ നടത്തിയ ഒരു സർവേയിൽ പല കൊറിയക്കാരും ഇന്ത്യക്കാരെ സുരക്ഷിതമല്ലാത്തവരായും വികസനം കുറഞ്ഞവരായി പഴയകാല ഫാഷൻ ഫോളോ ചെയ്യുന്നവരായും കരുതുന്നു എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. നന്ദി.